വാർത്തകൾ വിശദമായി. കത്തോലിക്ക രാജ്യമായ കിഴക്കൻ തിമോറിൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഫ്രാൻസിസ് മാർപ്പാപ്പ എത്തി. പാപ്പുവ ന്യൂഗിനിയയിലെ സന്ദർശനം പൂർത്തിയാക്കി ഇന്നലെ ഇന്ത്യൻ സമയം രാവിലെ 10:50 കിഴക്കൻ തിമോർ തലസ്ഥാനമായ ദില്ലിയിലെത്തിയ മാർപ്പാപ്പയെ പ്രസിഡന്റ് ജോസെ റാമോസ് ഹോർദയും പ്രധാനമന്ത്രി ഷനാന ഗുസ്മോയും ചേർന്ന് വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചു. 12 ദിവസം നീണ്ടു നിൽക്കുന്ന തെക്കുകിഴക്കൻ ഏഷ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായാണ് പാപ്പ കിഴക്കൻ തിമൂറിൽ എത്തിയത്. ഇതാദ്യമായാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത്രയും ദൈർഘ്യമേറിയ വിദേശ സന്ദർശനത്തിനായി വത്തിക്കാനിൽ നിന്ന് മാറി നിൽക്കുന്നത്. കിഴക്കൻ തിമൂറിൽ എത്തുന്നതിന് മുൻപ് ഇന്തോനേഷ്യയെയും പാപ്പുവ ന്യൂഗിനിയെയും പാപ്പ സന്ദർശിച്ചിരുന്നു. കിഴക്കൻ തിമോർ തലസ്ഥാനമായ ദില്ലിയിൽ തിങ്കളാഴ്ച വിമാനമിറങ്ങിയ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പ്രസിഡന്റ് ജോസ് മാനുവൽ റാമോസ് ഹോർദയുടെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത്. 10,000-കണക്കിന് ആളുകൾ മാർപ്പാപ്പയെ കാണാൻ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. തുടർന്ന് കുട്ടികളുടെ സ്വീകരണം ഏറ്റുവാങ്ങിയ മാർപ്പാപ്പ രാജ്യത്തെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ നയതന്ത്ര പ്രതിനിധികളെ അഭിസംബോധന ചെയ്തു. തിമൂർ ജനതയുടെ ദൈവവിശ്വാസം അവരുടെ സംസ്കാരമാകട്ടെ എന്ന് മാർപ്പാപ്പ പറഞ്ഞു. രാജ്യത്ത് നിലനിൽക്കുന്ന സമാധാനത്തിലും സ്വാതന്ത്ര്യത്തിലും ദൈവത്തിന് നന്ദി പറയുന്നതായും മാർപ്പാപ്പ പറഞ്ഞു. വലിയ സഹനങ്ങൾക്കും വിചാരണയ്ക്കുമൊടുവിൽ രാജ്യത്തെ വികസനത്തിന്റെ പാതയിൽ നയിക്കുന്ന ജനത്തെ മാർപ്പാപ്പ അഭിനന്ദിച്ചു. ഒപ്പം ഇന്തോനേഷ്യയുമായി അനുരഞ്ജനപ്പെട്ടു പോകുന്നതിനെയും മാർപ്പാപ്പ പ്രകീർത്തിച്ചു. ദാരിദ്ര്യം, മയക്കുമരുന്ന്, അക്രമം തുടങ്ങിയ പുതിയ വെല്ലുവിളികളും പ്രശ്നങ്ങളും രാജ്യത്തെ അലട്ടുന്നുണ്ടെന്നും ഇത് തരണം ചെയ്യേണ്ടിയിരിക്കുന്നുവെന്നും മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. സ്വാതന്ത്ര്യ സമരത്തിനിടെ കൊല്ലപ്പെട്ട തിമൂറിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ അടക്കം ചെയ്ത ടാസിത്തോലുവിൽ വെച്ച് മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന നടന്നു. 11-ാം തീയതി ബുധനാഴ്ച വരെ പാപ്പ ഈസ്റ്റ് തിമൂറിൽ ചിലവഴിക്കും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സന്ദർശനം പൂർത്തിയാക്കുന്ന മാർപ്പാപ്പ തുടർന്ന് സിംഗപ്പൂരിലേക്ക് പോകും. ഇവിടെ നിന്നായിരിക്കും സെപ്റ്റംബർ 13-ന് അദ്ദേഹം വത്തിക്കാനിലേക്ക് മടങ്ങുക. 2002-ൽ ഇന്തോനേഷ്യയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം 21-ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ പുതിയ പരമാധികാര രാഷ്ട്രമായി മാറിയതിനു ശേഷം കിഴക്കൻ തിമൂർ സന്ദർശിക്കുന്ന ആദ്യത്തെ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ. 1989-ൽ ഇന്തോനേഷ്യൻ പ്രവിശ്യയിലായിരുന്നപ്പോൾ ഈസ്റ്റ് തിമൂറിൽ അപ്പോസ്തോലിക സന്ദർശനം നടത്തിയ ജോൺ പോൾ രണ്ടാമനാണ് ഇതിനു മുൻപ് രാജ്യം സന്ദർശിച്ചത്. ഈസ്റ്റ് തിമൂറിലെ 1.3 ദശലക്ഷം ജനങ്ങളിൽ 98% കത്തോലിക്കരാണ്.